നമ്മൾ തൃതീയ ബഹുവചനമാണ് പഠിക്കുന്നത്. ബഹുവചനത്തിൻ്റെ വാക്യങ്ങൾ. സിംഹ പാദൈഹി ചലതി. സിംഹം തന്നെയാണ്. പാദൈഹി, പാദേന, പാദാഭ്യം, പാദൈഹി. പാദം എന്ന് പറഞ്ഞാൽ കാലുകളാൽ. ആലെന്നുള്ളതാണല്ലോ ഇതിൻ്റെ തൃതീയയുടെ പ്രത്യേകം വരുന്ന. ആൽ അല്ലെങ്കിൽ കൊണ്ട്, ഓട് എന്നൊക്കെ വരാം. പാദൈഹി, പാദങ്ങൾ കൊണ്ട്. പാദൈഹി ബഹുവചനം. പാദൈഹി ചലതി. സിംഹം പാദങ്ങളാൽ അല്ലെങ്കിൽ പാദങ്ങൾ കൊണ്ട് നടക്കുന്നു, ചലിക്കുന്നു. തേ കവിഭിഹി സഹ കവിത പഠന്തി. തേ കവിഭിഹി, കവി ശബ്ദം പുല്ലിംഗമാണ്. കവിഹി, കവി, കവയഹ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തൃതീയ വരുമ്പോൾ കവിന, കവിഭ്യാം, കവിഭിഹി, കവികളാൽ. തേ അവർ, കവികളാൽ. കവിഭിഹി സഹ, കവികളോടൊപ്പം, കവികളോട് കൂടി അല്ലെ. സഹ കവിത പഠന്തി, കവിത വായിക്കുന്നു അല്ലെങ്കിൽ കവിത പഠിക്കുന്നു. ശ്രീകൃഷ്ണ ഗോപിഹി സഹ വനേ ഭ്രമതി സ്മ. ശ്രീകൃഷ്ണൻ ഗോപിഹി സഹ, ഗോപിഹി ഗോ ശബ്ദത്തിലാണ്. ഗോപിഹി സഹ, ഗോപിഹി ആരാണ്? ഗോപിഹി എന്ന് പറയുമ്പോഴത്തേക്ക് ഗവ ഗോഭ്യാം ഗോപിഹി എന്നാണ്. ഗവ ഗോഭ്യാം ഗോപിഹി, ഗോക്കളാൽ വനേ, വനത്തിൽ. ഭ്രമതി സ്മ, ഭ്രമതി എന്ന് പറഞ്ഞാൽ വാണ്ടറിങ്, ചുറ്റിത്തിരിയുക എന്നാണ് അർത്ഥം. ഇവിടെ കളിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭ്രമതി സ്മ, ഇവിടെ ഭ്രമതി എന്നുള്ളത് വർത്തമാനകാലം, പ്രസന്റ് ടെൻസ്. അതിലൂടെ സ്മ ചേർക്കുമ്പോൾ ഭൂതകാലം അല്ലെങ്കിൽ ലങ്ങിൻ്റെ അർത്ഥം വരുന്നുണ്ട്. അപ്പം വനത്തിൽ കളിച്ചിരുന്നു, അത് പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്നില്ലേ. വയം ഗുരുഭിഹി സഹ കുത്തുബ് മീനാരം അപശ്യാമ. വയം, അഹം, ആവാം, വയം, നമ്മളെല്ലാവരും, ഞങ്ങൾ. ഗുരുഭിഹി, ഗുരുശബ്ദം ഉകാരാന്തമാണ്. ഗുരവയാണ് പ്രഥമ. തൃതീയ വരുമ്പോൾ ഗുരവേ, ഗുരുഭ്യാം, ഗുരുഭിഹി, ഗുരുക്കളാൽ, അധ്യാപകരാൽ. ഗുരുഭിഹി സഹ എന്ന് പറഞ്ഞാൽ ഗുരുക്കളോടൊപ്പം. കുത്തുബ് മീനാരം ദ്വിതീയ ഏകവചനം. കുത്തുബ് മീനാറിനെ അപശ്യാമ, കണ്ടു. ദൃശ്യധാതുവിൻ്റെ ലങ്ങാണ് പാസ്റ്റ് ടെൻസ്. അപശ്യാമ. സാധവഃ സാധുഭി സാ ഗച്ഛന്തി. സാധവഃ, സാധു ശബ്ദം സന്യാസി. സാധുഹു സാധവഃ, അത് ബഹുവചനം. സാധുഭിഹി സഹ, അത് തൃതീയ ബഹുവചനം. സാധുഭിഹി സഹ, സാധുക്കളോടൊപ്പം എന്ന് പറഞ്ഞാൽ, സാധു എന്ന് പറഞ്ഞാൽ ആരെന്ന് പറഞ്ഞു? അത് ഇതാണ്, പിന്നെ സന്യാസിമാരോടൊപ്പം. സാധുഭിഹി സഹ, അതും തൃതീയ ബഹുവചനം. ഗച്ഛന്തി, പോകുന്നു. സാധവഃ ബഹുവചനമായതുകൊണ്ട് ഇവിടെ ഗച്ഛന്തി എന്നുള്ളതും ബഹുവചനം. അപ്പോൾ സന്യാസിമാരോടൊപ്പം പോകുന്നു.